വാൽപ്പാറയിൽ ടെമ്പോ ട്രാവലർ അപകടത്തിൽപ്പെട്ട് നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞ സംഭവം മലയാളികൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പത്തനംതിട്ട ഇലന്തൂർ എന്ന സ്ഥലത്താണ്. ഇപ്പോൾ ഒരു ടെമ്പോ ട്രാവലർ നമുക്ക് കാണാൻ സാധിക്കും. 10 വർഷമായി ഈ വാഹനം ഓടിക്കുന്ന മനോജ് എന്ന് പറയുന്ന ഡ്രൈവർ നമ്മോടൊപ്പമുണ്ട്. എന്തൊക്കെയാണ് ഈ ട്രാവലർ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? നമുക്കറിയാം, ആ ഒരു ചുരത്തിൽ വെച്ചാണ് ഒരു വലിയ അപകടം അവിടെ സംഭവിച്ചത്. ഇറങ്ങുമ്പോൾ വാഹനത്തിൻ്റെ നിയന്ത്രണം വിട്ട് ഒരു വലിയ ഗർത്തത്തിലേക്ക് ആ ടെമ്പോ ട്രാവലർ പതിക്കുകയും അങ്ങനെയാണ് ജീവനുകൾ പൊലിയുന്നൊരു സാഹചര്യം ഉണ്ടായത്. ചേട്ടൻ 10 വർഷമായിട്ട് ഓടിക്കുന്നു. ഇപ്പോൾ ഈ അപകടത്തെ സംബന്ധിച്ച് പല അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ചിലപ്പോൾ ഒരു പക്ഷേ ബ്രേക്ക് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തതായിരിക്കാം. ഇനിയിപ്പോൾ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒക്കെ പരിശോധന വരണം, അതിൻ്റെ റിപ്പോർട്ടൊക്കെ വരണം. എങ്കിൽ പോലും അങ്ങേക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഞാനിപ്പോൾ ട്രാവലർ ഓടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 10 വർഷമായി. ഈ ഫോഴ്സിൻ്റെ ട്രാവലറിന് ഒറ്റ ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ. ബ്രേക്ക് ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞാൽ ഡ്രമ്മ് ചൂടാവും. ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാൽ ഈ പെഡൽ താന്നു പോകും. ഇന്നേ വരെ ഈ ഒരു കംപ്ലൈൻറ്റ് ഈ വണ്ടിക്ക് മാറ്റിയിട്ടില്ല. ചേട്ടൻ ഈ വാഹനം ഓടിക്കുമ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്? അങ്ങനെയാണ് നമ്മൾ കയറ്റ ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ തന്നെ നമ്മൾ കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ ഇറക്കം ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം. അല്ലാതെ നമ്മൾ ടോപ്പ് ഗിയറോ തേർഡ് ഗിയറോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അന്നേരം നമ്മൾ ബ്രേക്ക് ചവിട്ടും. സ്വാഭാവികമായിട്ടും ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് പോയിരിക്കും. അതുകൊണ്ടാണ് കമ്പനിക്കാർ പറയുന്നത്, ഏത് ഗിയറിലാണോ ഈ വണ്ടി കയറ്റം കയറുന്നത് ആ ഗിയറിൽ ഇറക്കുക. ഇപ്പോൾ പിന്നെ ഊട്ടി ചുരം നമ്മൾ സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഇട്ടിരുന്നാൽ മതി. ബ്രേക്കിൽ കാല് വെക്കുകയേ വേണ്ട. ചെറുക വണ്ടി ഇറങ്ങി താഴെ വരും. ഒരു കുഴപ്പമില്ല. അപകടത്തിൽപ്പെട്ട അതേ സെയിം മോഡൽ വണ്ടി തന്നെയാണ് ഇത്. അതും 14 സീറ്റ് വണ്ടി, ഇതും 14 സീറ്റ് വണ്ടി. ഇപ്പോൾ അങ്ങയുടെ ഒരു വിലയിരുത്തലിൽ ആ വാഹനം ഇറങ്ങിയപ്പോൾ ഏത് ഗിയറിലായിരിക്കാനുള്ള സാധ്യതയാണുള്ളത്? അത് കൂടി വന്നാൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തേർഡ് ഗിയർ ഉള്ളിൽ ഇട്ട് കാണും. ഭയങ്കര ചുരമാണ് അത്. സാധാരണ ചുരത്തിനെക്കാട്ടി നല്ല ചുരമാണ്. തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ വണ്ടിക്ക് സ്പീഡ് കൂടും. സ്പീഡ് കൂടുമ്പോൾ സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ബ്രേക്ക് ചവിട്ടും. ചവിട്ടി പിടിച്ച് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഡ്രമ്മ് ചൂടായി. അത്യാവശ്യം അടുത്ത ഒരു എയർ പിൻ വളവ് വന്നപ്പോൾ കാലെടുത്ത് വെച്ചു, ബ്രേക്ക് പെഡൽ താന്നു പോകും. അത് സ്വാഭാവികമായിട്ട് ഈ വണ്ടിക്കുള്ളതാണ്. ഈ വണ്ടി ആര് ഓടിക്കാൻ കയറിയാലും നമ്മൾ പറയുന്ന ഒറ്റ ഒരു കാര്യം ഇതാണ്: കയറ്റം കയറുന്ന ഗിയറിൽ തന്നെ വണ്ടി ഇറങ്ങിയിരിക്കണം. ഇറങ്ങിയാൽ ഒരു കുഴപ്പവുമില്ല. അതായത് ഇപ്പോൾ ആ വാഹനം ഇറങ്ങുമ്പോൾ ഒരു സെക്കൻഡ് ഗിയർ പിടിച്ചിട്ടിട്ട് വാഹനം പതുക്കെ ഇറങ്ങുകയാണെങ്കിൽ അപകടം പറ്റില്ലായിരുന്നു. അങ്ങനെയാണോ തോന്നുന്നത്? അങ്ങനെയാണ് ചെയ്യേണ്ടത്. തോന്നുന്നതല്ല, അങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടത്. ഇതിൻ്റെ മെത്തേഡ് അങ്ങനെയാണ്. ഇത് കൂടുതലും സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഓട്ടം കൂടുതലായി കഴിയുമ്പോൾ TP ഓടാൻ ഓരോ ഡ്രൈവർമാരെ ഏൽപ്പിക്കും. സാധാരണ ചെറിയ കാർ ഓടിക്കുന്നതിന് പെട്ടെന്ന് ഈ ഓട്ടം വരുമ്പോൾ എടുത്തു കൊടുക്കും. ഈ കാർ ഓടിക്കുന്ന സ്റ്റൈലിൽ അവർ ബ്രേക്ക് കാല് വെച്ചുകൊണ്ട് ഇറങ്ങും. അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് ഈ അപകടം സംഭവിക്കുക. അല്ലെങ്കിൽ ഈ വണ്ടിക്ക് ഒരു കുഴപ്പവുമില്ല. ഇന്നേ വരെ ദൈവം തമ്പുരാൻ്റെ പ്രാർത്ഥന ഉണ്ട്, നമ്മുടെ എല്ലാം കഴിവുണ്ട്. ഇന്നേ വരെ എനിക്കിങ്ങനെ സംഭവിച്ചിട്ടില്ല. ഏത് കയറ്റം നമ്മൾ ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ ട്രാവലർ ഇറക്കിക്കൊണ്ട് വരാമെങ്കിൽ ഓരോ അപകടവും സംഭവിക്കത്തില്ല. ഇതിപ്പോൾ ഈ പറഞ്ഞ ചൂടാകുന്ന ആ ഒരു പ്രശ്നം അത് നമുക്ക് ഓട്ടത്തിൽ മനസ്സിലാക്കാൻ പറ്റുമോ ഡ്രൈവർമാർക്ക്? ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതേ ചെറുതായിട്ട് പുകയാടും, നല്ലപോലെ പുകയാടും. പെഡൽ അകത്ത് കുറയുന്ന ഉടനെ വണ്ടി ഒതുക്കുക. വണ്ടി ഒതുക്കിയിട്ട് ഡ്രമ്മ് എല്ലാം കൈവച്ചൊന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ലപോലെ പഴുത്തിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ വണ്ടി അവിടെ തണുക്കാനിടുക. തണുക്കാനിട്ട് കഴിഞ്ഞാൽ പിന്നെയും പഴയ പോലെ ബ്രേക്ക് സിസ്റ്റം വന്നിരിക്കും. ആ 1 മണിക്കൂർ സമയം കൊടുക്കണം. വണ്ടി ഒതുക്കിയിടുക. ഏത് ചുരം വന്നാലും വണ്ടി ഒതുക്കിയിട്ട് ഡ്രമ്മ് തണുത്ത് കഴിയുമ്പോൾ പെഡൽ ഓട്ടോമാറ്റിക്കലായിട്ട് വന്നിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. കയറ്റ ഏത് ഗിയറിൽ കയറുന്നോ ആ ഗിയറിൽ വണ്ടി ഇറക്കാമെങ്കിൽ ട്രാവലറിന് ഒരു കുഴപ്പമില്ല. ഇവൻ ഇന്നേ വരെ ചതിച്ചിട്ടുമില്ല, ചതിക്കത്തുമില്ല. ഫസ്റ്റോ പിടിച്ചിടുക. കയറ്റം കയറുന്ന ഗിയർ ഇപ്പം തന്നെ കുട്ടിക്കാനം ഒക്കെ നമ്മൾ ഇറങ്ങി വരുന്ന പറഞ്ഞാൽ സെക്കൻഡേലാണ് ഇറങ്ങി വരുന്നത്. തേർഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പെഡൽ നല്ലപോലെ കൊടുത്തുകൊണ്ടിരിക്കണം. അന്നേരം ഓട്ടോമാറ്റിക്കലായിട്ട് ഡ്രമ്മ് ചൂടാവും. താഴെ വരുമ്പോഴത്തേക്ക് പെഡൽ പോവും. അതാണ് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത. വേറെ ഒന്നുമില്ല. ഈ ഒറ്റ വിഷയമേ ഉള്ളൂ. ഡ്രമ്മ് ചൂടായി പുള്ളിക്ക് വന്നപ്പോൾ 13ാമത്തെ വളവിന് വന്നപ്പം പെഡൽ താന്നുപോയി. നിയന്ത്രണം നഷ്ടപ്പെട്ടു. വേറെ അല്ലാതെ ഒരു പ്രശ്നവുമില്ല. പരിചയസമ്പത്തിൻ്റെ കുറവ് കൊണ്ട് പറ്റിയൊരു പാളിച്ചയാണ്. അല്ലാതെ ഈ വണ്ടി ഇന്നേ വരെ വേറൊരു തേർഡിലായിരിക്കും ഇറങ്ങി വന്നത്. തേർഡ് ഗിയറിൽ ഇറങ്ങി വരുമ്പം ബ്രേക്ക് പെഡൽ നല്ലപോലെ കൊടുത്തു കഴിയുമ്പോൾ ഡ്രമ്മ് ചൂടായി കഴിഞ്ഞാൽ നമ്മളൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞ് ചവിട്ടുമ്പോൾ പെഡൽ താന്നു പോയി. പരിചയസമ്പത്തിൻ്റെ കുറവ് കൊണ്ട് പറ്റിയാണ്. അല്ലാതെ ഒരിക്കലുമില്ല. എന്നുവെച്ചാൽ ഈ ഇത്രയും വണ്ടികളെന്ന് പറഞ്ഞാൽ ഓരോ ഓട്ടം പോയിട്ട് വരുമ്പോൾ നേരെ പോകുന്ന വർക്ക്ഷോപ്പിലോട്ടാണ്. ലോങ് ഓടുന്ന വണ്ടികളാണ്. ഓരോ ഓട്ടം പോയാൽ നേരെ വർക്ക്ഷോപ്പിൽ പോയി ഫുള്ള് ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത ഓട്ടം പോകുന്നത്. അത് കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോങ് ഓടുന്ന വണ്ടി ആയതുകൊണ്ട്
നമ്മൾ യാത്രക്കാരെ കൊണ്ട് പോകുന്നില്ലേ, അതുകൊണ്ട് അല്ലാതുള്ള യാതൊരു പാകപ്പിഴയും ഇല്ല. ഇങ്ങനെ പറ്റിയതാണ്. അതായത് നമ്മൾ പെട്ടെന്ന് ഒരു വാഹനമോ അല്ലെങ്കിൽ വളവോ മുന്നിൽ വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രശ്നമാണെങ്കിൽ ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ താഴത്തേ ഉള്ളൂ, ബ്രേക്ക് അവിടെ പ്രവർത്തിക്കില്ല. ഇല്ലില്ല, പ്രവർത്തിക്കത്തില്ല. ഡ്രം ചൂടാക്കി കഴിഞ്ഞാൽ പ്രവർത്തിക്കത്തേ ഇല്ല. അതിനാണ് ഈ കമ്പനി പറയുന്നത്, നിങ്ങൾ ഏത് ഗിയറിൽ വണ്ടി കയറ്റം കയറുന്നു ആ ഗിയറിൽ നിങ്ങൾ ഇറക്കിക്കൊണ്ട് പോകാം. സാധാരണക്കാർക്ക് സംശയം തോന്നുന്നത് ഇപ്പോൾ ഈ ബ്രേക്ക് പെഡൽ ചൂടാകുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ടോപ്പ് ഗിയറിൽ പോകുന്നൊരു വണ്ടി നമ്മൾ ഇറങ്ങാൻ നേരത്ത് ഒരു തേർഡ് ഗിയർ ആക്കുന്നു, തേർഡ് ഗിയർ ആക്കി പതുക്കെ ഇറങ്ങുന്നു, ആ സമയത്ത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ അത് അപ്പോഴാണ് കൂടുതൽ അത് ചൂടാകുന്നത്. ചൂടാവും. അന്നേരം ചെയ്യേണ്ടത് തേർഡ് ഗിയറിന് പകരം സെക്കൻഡ് ഗിയർ ഇടുക. സെക്കൻഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിന് പിടുത്തമാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വണ്ടിയുടെ സ്പീഡ് കുറഞ്ഞു, പിന്നെ നമുക്ക് ബ്രേക്കിൻ്റെ അത്യാവശ്യം വരുന്നതേ ഇല്ല. ഇനി അഥവാ എയർപിൻ്റെ അടുത്ത് വരുമ്പോൾ ഇച്ചിരി സ്പീഡാണെങ്കിൽ അന്നേരം ഒന്ന് ബ്രേക്ക് ചവിട്ടി കൊടുക്കുക, പിന്നെയും ബ്രേക്ക് ചെയ്യുന്ന കാലെടുക്കുക. ഈ സെക്കൻഡ് ഗിയറിൽ ഇറങ്ങി വന്നാൽ മതി. വണ്ടിക്ക് ഒരു കുഴപ്പവും ഇന്നേ വരെ വന്നിട്ടില്ല, ഒരു വണ്ടിക്കും വന്നിട്ടില്ല. അതായത് ഇപ്പോൾ പരിചയത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിച്ചതാണ്, അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. സാധാരണ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടെമ്പോ ട്രാവലർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ടോപ്പ് ഗിയറിൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിരപ്പ് റോഡിൽ പോവുകയാണ്, നമ്മൾ ഒരു 70 കിലോമീറ്റർ സ്പീഡിൽ പോവുകയാണ്. പെട്ടെന്ന് നമുക്കൊന്ന് വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്യാതെ ബ്രേക്ക് അപ്ലൈ ചെയ്താലും ഇത് പവർഫുൾ ആണോ, നിൽക്കുമോ? ഓക്കെ. ടോപ്പ് ഗിയറിൽ നമ്മൾ നല്ല സ്പീഡിൽ പോകുന്നു, നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടണമെന്നുണ്ടെങ്കിൽ ചവിട്ടിയാൽ വണ്ടി അവിടെ നിന്നോളും, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇറക്കമാകുമ്പോൾ അത് കൂടുതൽ ചവിട്ടി പിടിച്ച് നിൽക്കും, ഏറെ സമയം അവിടെ അങ്ങനെ പ്രവർത്തിക്കും. അത് നമ്മൾ ബ്രേക്കിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഡ്രം ചൂടാകുന്നതും ബ്രേക്ക് പെഡൽ താന്നു പോകുന്നതും. അത് ഫോഴ്സിന് ആദ്യം മൂലേ ഉള്ളൊരു പ്രശ്നമാണ്. അതിനാണ് കമ്പനി പറയുന്നത്, നിങ്ങൾ ഏത് ഗിയറിൽ കയറ്റം കയറിയോ ആ ഗിയറിൽ നിങ്ങൾ വണ്ടി ഇറക്കുക, ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല. പരിചയസമ്പത്തിൻ്റെ ഒരു വിഷയം കൊണ്ട് സംഭവിച്ചതാണ്, അല്ലാതെ ഒരിക്കലും ഇങ്ങനെ വരത്തില്ല. ഏതായാലും ഈ പരിചയസമ്പന്നനായിട്ടുള്ള ഈ ഡ്രൈവർ അദ്ദേഹം പറയുന്നത് ബ്രേക്ക് നമ്മൾ കൂടുതൽ നേരം ചവിട്ടി പിടിച്ചു കഴിഞ്ഞാൽ അത് ചൂടാകാനുള്ള സാധ്യതയുണ്ട്, ആ സംവിധാനം ചൂടാകും. അപ്പോൾ പിന്നീട് ആ ബ്രേക്ക് പ്രവർത്തിക്കാതെ വരും. പരമാവധി ഇറക്കങ്ങളിൽ ഗിയർ ഡൗൺ ചെയ്ത് തന്നെ വാഹനങ്ങൾ ഓടിക്കുക. അങ്ങനെ ആണെങ്കിൽ നമുക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കില്ല എന്നുള്ളതാണ് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.